ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ഒരു അടിപൊളി കിടിലൻ നമ്മളെ മസാല ഷവായാണ് തയ്യാറാക്കുന്നത്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ കിടിലൻ മസാല ഷവായ തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനാവശ്യമായിട്ട് ഞാനൊരു 12 കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കാശ്മീരി മുളക് തന്നെ എടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ഒരു 1.5 ടേബിൾ സ്പൂണ് പച്ചമല്ലിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ല ചൂടുള്ള വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് മാറ്റി വെക്കാം നമുക്ക്. ഇനി നമുക്ക് മസാല ഷവായക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു ഹാഫ് ഒണിയന്, ഒരു കൈപ്പിടി മല്ലിയില, ഒരു വലിയൊരു തക്കാളി, ഒരു 6 അല്ലി വെളുത്തുള്ളി, ഈ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചി, പിന്നെ ചെറുനാരങ്ങ വേണം നമുക്ക് ലാസ്റ്റൊന്നും മസാലേൻ്റെ മുകളിൽ പിഴിഞ്ഞ് വയ്ക്കാൻ. മസാലയിലേക്ക് കുറച്ച് കറിവേപ്പിലയും വലിയൊരു സവാളേൻ്റെ ഹാഫ് ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇത്രയും കൂടി ചേർത്തിട്ട് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂണ് തൈരും കൂടി ചേർത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. നമ്മളുടെ തൈര് മാത്രം ഇതിലേക്ക് മതി. ഞാനിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട പൊടികളാണ് കേട്ടോ. 1 ടീസ്പൂണ് നല്ല ജീരകം, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, പിന്നെ നമുക്കതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാലയും, പിന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മുളകും മല്ലിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഈ കാശ്മീരി മുളകും മല്ലിയും കൂടി ചേർത്തിട്ട് നല്ലോണം ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമുക്ക് നല്ലൊരു അരപ്പായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ നല്ലോണം അരഞ്ഞ് കിട്ടിയതിന് ശേഷം നമുക്ക് ചിക്കനിലേക്ക് ഇതൊന്ന് പുരട്ടി കൊടുക്കാം. ഇപ്പോൾ ഞാനിതൊരു 600 ഗ്രാമിൻ്റെ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളെപ്പോഴും ചിക്കൻ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, 1 കിലോൻ്റെ മേലുള്ള ചിക്കൻ എടുക്കരുത് കേട്ടോ. നമ്മളുടെ വെയിറ്റ് കുറഞ്ഞ ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്താണ് കേട്ടോ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവാം. അതുപോലെ തന്നെ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കേട്ടോ ഒന്നും കൂടി നല്ലത്. അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക, 1 കിലോൻ്റെ മേലെ വെയിറ്റിൽ ചിക്കൻ എടുക്കരുത് കേട്ടോ. ഇതുപോലെ നല്ലോണം ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നല്ലോണം ഡ്രെയിൻ ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ അപ്പോൾ ഒരു ടിഷ്യൂവിനെ കൊണ്ട് അതിൻ്റെ മുകളിലുള്ള വെള്ളമൊക്കെ ഒന്ന് നല്ലോണം ഡ്രെയിൻ ചെയ്ത് തുടച്ച് മാറ്റിയിട്ടുണ്ട്. ശേഷം ഇതുപോലെ നല്ലോണം ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഇതുപോലെ നല്ലോണം വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മസാലയൊക്കെ നല്ലോണം ചിക്കൻ്റെ ഉള്ളിൽ പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ വരഞ്ഞു കൊടുക്കുന്നത്. ശേഷം ഇതുപോലെ നമ്മളുടെ മസാല മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് പുരട്ടി കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മൾ രാത്രി ഡിന്നറിനൊക്കെയാണ് തയ്യാറാക്കുന്നത് വെച്ചാൽ ഉച്ചയ്ക്ക് തന്നെ നമുക്കിതൊന്ന് നല്ലോണം മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലോണം മസാലയൊക്കെ പിടിക്കട്ടോ ഈ ചിക്കനിൽ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തീരെ ടൈമില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും മുന്നെങ്കിൽ നിങ്ങളൊന്ന് എന്ത് ചെയ്യണം, മസാല പുരട്ടി വെക്കണം കേട്ടോ ചിക്കനിൽ. ശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫുള്ള് ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടോ. നിങ്ങളൊന്ന് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ശേഷം ഞാൻ ഇതുപോലെ ക്ലിം ഫിലിം വെച്ചിട്ട് ഞാനൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പം അറ്റ്ലീസ്റ്റ് നിങ്ങൾ 1 മണിക്കൂറെങ്കിലും വെക്കാം. ഞാനിപ്പോൾ ഉച്ചയ്ക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാത്രിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മസാലയൊക്കെ നല്ലോണം ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ചെയ്യേണ്ടത് കുക്കറിൽ ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുക്കർ എടുക്കുന്നുണ്ട്. കുക്കറിലേക്ക് നമുക്ക് ചിക്കന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ കൂടെയുള്ള മസാല മൊത്തത്തിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ആ അരിപ്പ് മൊത്തത്തിൽ നമുക്ക് ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഇതൊരു 3 വിസിലിന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3 വിസിലിന് ഇതൊന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ ചെയ്യേണ്ടത്. കുക്കറിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കേട്ടോ. ഒരുപാട് അരിയാനോ പിടിക്കാനോ ഒന്നുമില്ല. വേഗം എല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാമെന്ന് പറയുന്നത്. ഇപ്പോൾ 3 വിസിലിന് ശേഷം ഇതിപ്പോൾ നല്ലോണം നമ്മളെ ചിക്കനൊക്കെ വെന്ത് കിട്ടിയിട്ട് ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കട്ടോ. നമുക്ക് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ചിക്കൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേലെയുള്ള ആ മസാലയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതിൻ്റെ മുകളിൽ തന്നെ ഒന്ന് കോട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ചിക്കൻ എടുക്കുമ്പോൾ ഇതുപോലെ ശ്രദ്ധിക്കണം കേട്ടോ, മേലേക്ക് ഈ ഓയിൽ തെറിക്കാണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ആ ഷവായിലുള്ള വെള്ളത്തോട് കൂടിയിട്ടാണല്ലോ നമ്മൾ ചിക്കൻ എടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മളിങ്ങനെ ശ്രദ്ധിക്കാതെ
അറിയാതെ എടുക്കുമ്പോൾ മേലേക്കൊക്കെ ഓയിൽ തെറിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ എപ്പോഴും അത് ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ എടുക്കുന്ന സമയത്ത്. ഇതുപോലെ ഒരു 2-3 മിനിറ്റ് ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒന്ന് അതിൻ്റെ മുകളിലുള്ള കോട്ടിങ് അതിൽ തന്നെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കുന്നത്. ഒരു 2 മിനിറ്റ് മാത്രം അങ്ങനെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മുരിച്ചെടുത്താൽ മതി കേട്ടോ. ശേഷം ഇത് നമുക്ക് ഒന്ന് എടുത്ത് മാറ്റാം. അതേ ഓയിലിൽ ഇനി അഥവാ ബാലൻസ് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളുടെ നേരത്തെ ബാക്കിയുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ അരിപ്പ്, ഇതാണ് നമുക്ക് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. നല്ലൊരു ഗ്രേവി രീതിയിൽ നല്ലോണം ഇതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. ഇതാണ് കേട്ടോ നമുക്ക് ഈ ഷവായക്ക് മീൻസ് ചിക്കനിലേക്ക് മുകളിൽ ഒഴിച്ച് കൊടുക്കാനുള്ള നമ്മളുടെ ഗ്രേവി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് തിളച്ച് കിട്ടട്ടെ. ശേഷം ലാസ്റ്റ് നമുക്ക് കുറച്ചൊന്ന് മല്ലിയിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. കണ്ടല്ലോ നല്ല തിക്ക് ഗ്രേവിയിലാണ് കേട്ടോ, നല്ല അടിപൊളി കളറിലും നല്ല തിക്ക് ഗ്രേവിയിൽ, അതുപോലെ തന്നെ നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ ഈ ഷവായിൻ്റെ മുകളിൽ ഈ അരപ്പ് എന്ന് പറയുന്നത്, ഈ ഒരു മസാല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കേണ്ടി കേട്ടോ. ഞാനിപ്പോൾ രാത്രി ഡിന്നറിന് പൊറാട്ടൻ്റെ കൂടാണ് കേട്ടോ ഈ ഷവായ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഇതുപോലെ ഷവായ തയ്യാറാക്കാം. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ നമുക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ എന്തായാലും നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. പുറത്തൊന്നും പോയി വാങ്ങി കഴിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ, ഇത്രയും വില കൊടുത്തിട്ടൊന്നും. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ഒരു തവണ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യേണ്ടി, അഥവാ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടി കേട്ടോ.